തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വിലയിരുത്തിക്കൊണ്ട് സിപിഐഎം നേതൃത്വം മാരത്തോൺ ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ചർച്ചകളെല്ലാം ഏട്ടിലെ പശു പോലെയായി മാറിയിരിക്കുന്നു. ഒരു പ്രയോജനവുമില്ലാത്ത നിലയിലാണ് സിപിഎമ്മിന്റെ ചർച്ചകളെല്ലാം നടക്കുന്നത്. ഇന്നിപ്പോ കേന്ദ്ര നേതൃത്വത്തിൻ്റെതായിട്ട് വന്ന വിശകലനങ്ങൾ, നിരീക്ഷണങ്ങൾ വന്നിരിക്കും. അവർ പറയുന്നത് മുസ്ലിം പ്രീണനം നടത്തിയിട്ടില്ല, പഴിയെല്ലാം ഹിന്ദു സംഘടനകൾക്കാണ്. ഞങ്ങൾ മതേതര നിലപാടാണ് ഉയർത്തിപ്പിടിച്ചത്. പക്ഷേ SNDP അടക്കമുള്ള ഹിന്ദു സംഘടനകൾ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു. മുസ്ലിം സമുദായ സംഘടനകൾ വർഗീയമായി ഈ വോട്ടെടുപ്പിനെ ഉപയോഗിച്ചതിനെ സംബന്ധിച്ച് ഒരക്ഷരം പോലും CPM പറയുന്നേയില്ല. ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടന ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിനോടൊപ്പം നിന്ന സമസ്ത പോലും വർഗീയമായ നിലപാടിലേക്ക് തിരിഞ്ഞിട്ടും അതിനെ തള്ളിപ്പറയാൻ CPM തയ്യാറാവുന്നില്ല. ആ നിലപാട് കാണാൻ CPM തയ്യാറാവുന്നില്ല. CPIM-നകത്തെ മാർക്സിസ്റ്റ് പാർട്ടി സഖാക്കൾ തന്നെ UDF-ന് വോട്ട് ചെയ്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ചും അവർ പരിശോധന നടത്തുന്നില്ല. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ എല്ലാ പഴിയും SNDP-ക്കും മറ്റ് ഹിന്ദു സംഘടനകൾക്കുമാണ് എന്നുള്ള തലതിരിഞ്ഞ വ്യാഖ്യാനമാണ് CPIM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വസ്തുതാപരമായിട്ടുള്ള വ്യാഖ്യാനമല്ല, വസ്തുതാപരമായിട്ടുള്ള വിലയിരുത്തലല്ല, പരാജയത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമല്ല, തിരുത്താനുള്ള നീക്കവുമല്ല. രണ്ട് പ്രധാന കാരണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ തകർച്ചയ്ക്ക് കാരണമായി കണക്കാക്കപ്പെട്ടിരുന്നത്. ഒന്ന് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം, ഒന്ന് അമിതമായ വർഗീയ പ്രീണനം, ന്യൂനപക്ഷ പ്രീണനം. ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കാൻ ഹമാസിന്റേതടക്കമുള്ള നേതാക്കളെ കൊണ്ട് കേരളത്തിൽ പ്രസംഗിപ്പിച്ച, റാലികളിൽ മറ്റും സംഘടിപ്പിച്ചതിനെതിരായി സർക്കാർ ഒരു സമീപനവും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഹമാസ് അനുകൂല പ്രകടനങ്ങൾക്ക് കേരളത്തിൽ വ്യാപകമായ പിന്തുണ നൽകുകയായിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും CPM നേതാക്കളും പൗരത്വ നിയമ ഭേദഗതിയും ഇസ്രായേൽ ഹമാസ് പ്രശ്നവുമൊക്കെയാണ് ഇവിടെ ചർച്ചാ വിഷയമാക്കിയത്. അതിന്റെ ഫലമായി മുസ്ലിം സമുദായം അവർ വേട്ടയാടപ്പെടുകയാണെന്നുള്ള നിരന്തരമായ പ്രചരണത്തെ തുടർന്ന് അവരൊരൊറ്റ ബ്ലോക്കായി UDF-ലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു സ്ട്രാറ്റജിക്കൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു തെറ്റായ നിലപാട് UDF-നെയാണ് സഹായിച്ചത്. CPM-ലെ സ്വന്തം സഖാക്കൾ പോലും, മുസ്ലിം സഖാക്കൾ പോലും UDF-ന് വോട്ട് ചെയ്തു. ഇതിൽ മനം മടുത്ത ഹിന്ദു സഖാക്കൾ CPM-നെ കൈയൊഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് ഹിന്ദു സംഘടനകളെ ആക്ഷേപിക്കുകയല്ല, തെറ്റ് തിരുത്തുകയാണ് വേണ്ടത്. അപ്പൊ ആശയപരമായ കാര്യത്തിൽ സംഭവിച്ച പാളിച്ച, നയപരമായ കാര്യത്തിൽ സംഭവിച്ച പാളിച്ച കണ്ടെത്തി അത് തിരുത്താൻ CPM തയ്യാറാവുന്നില്ല. മറ്റൊന്ന്, സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമാണ് പ്രതിഫലിച്ചത്. മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, പാർട്ടി നേതാക്കൾ എല്ലാം നടത്തുന്ന അഴിമതി, പണം സമ്പാദിക്കാനുള്ള പാർട്ടിക്കാരുടെ വ്യഗ്രത, ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള നേതാക്കന്മാർക്ക് സാമ്പത്തികം അഴിമതിയിലൂടെ, വഴിവിട്ട നീക്കങ്ങളിലൂടെ പണം സമ്പാദിക്കാനുള്ള നീക്കം, ഇതെല്ലാം പാർട്ടിക്കകത്ത് പരസ്യമായ ചർച്ചകളാണ്. പക്ഷെ അത് തിരുത്താൻ പാർട്ടി തയ്യാറാവുന്നില്ല. അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നാണ് പറയുന്നത്. ആര് തിരുത്തും? പിണറായി വിജയനെ തിരുത്താനുള്ള ധാർമ്മികത ആർക്കാണുള്ളത്? പിണറായി വിജയന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന തോമസ് ഐസക്കിന് സാധിക്കുമോ? അദ്ദേഹവും നടത്തിയത് വലിയ കൊള്ളയാണ്. കിഫ്ബിയെ ഉപയോഗിച്ച് സംസ്ഥാനത്തെ പണയപ്പെടുത്തി
ജനങ്ങളെ ജാമ്യം നിർത്തി അധിക പലിശയ്ക്ക് പണം വാങ്ങി അതിന്റെ കമ്മീഷൻ പറ്റുകയായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ്. കേരളത്തിൽ അതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ ലഭിക്കുമായിരുന്നിട്ടും മസാല ബോണ്ട് എന്ന് പറഞ്ഞ് വിദേശത്തെ ബാങ്കുകളെ സമീപിച്ച് അധികം പലിശയ്ക്ക് കടം വാങ്ങി അതിന്റെ കമ്മീഷൻ പറ്റുകയായിരുന്നു. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും നടന്ന പ്രവൃത്തികളെല്ലാം പാർട്ടി നേതാക്കളെ അഴിമതിക്ക് കാരണമാക്കി അവരുടെ പണം സമ്പാദിക്കാനുള്ള അവസരമാക്കി. തിരുത്താൻ ആർക്കും കഴിയില്ല. മുഖ്യമന്ത്രിയെ തിരുത്താനുള്ള ആർജവം കേന്ദ്ര കമ്മിറ്റിക്കുമില്ല. സംസ്ഥാനം ഉണ്ടാക്കുന്ന അഴിമതി പണം അവരും പങ്കുപറ്റിയിരിക്കുന്നു. കേന്ദ്ര കമ്മിറ്റി ദുർബലമായിരിക്കുന്നു. സീതാറാം യെച്ചൂരിയുടെ പ്രസംഗങ്ങൾക്ക് മാത്രമേ ശക്തിയുള്ളൂ. പ്രവൃത്തിയിൽ യാതൊരു ശക്തിയുമില്ല. ദുർബലമായൊരു കേന്ദ്ര നേതൃത്വമാണ് CPM-നുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രിയെ തിരുത്തുക, പാർട്ടി നേതാക്കൾ തിരുത്തുക എന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഒരു ശൈലിയിലും അവർ മാറ്റം വരുത്തുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് SFIയുടെ ഗുണ്ടായുസവും അക്രമമായിരുന്നു. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിലയിരുത്തിയിട്ടുള്ളതാണ്. SFI ക്രിമിനലുകൾ ഒരു ഭീകര സംഘടനയെ പോലെ പ്രവർത്തിക്കുന്നു. വൈത്തിരിയിലും മറ്റും ഉണ്ടായിട്ടുള്ള, വെറ്റിനറി കോളേജിൽ ഉണ്ടായിട്ടുള്ള സിദ്ധാർത്ഥന്റെ കൊലപാതകം അടക്കം നിരവധി സംഭവങ്ങൾ കാരണമായിട്ടുണ്ട്. SFI കാണിച്ച പേക്കൂത്തുകൾ, ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും നടത്തിയ അക്രമങ്ങൾ, നിരപരാധികൾക്കെതിരെ നടന്ന അതിക്രമങ്ങൾ, വിദ്യാർത്ഥികളെ തല്ലിക്കൊല്ലൽ, ഇടിമുറി അടക്കമുള്ള സംഭവങ്ങൾ, പ്രാകൃതമായ നടപടികൾ, ക്രൂരമായ റാഗിംഗ്, അധ്യാപകരെ ആക്രമിക്കുന്ന പതിവ്, ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചാ വിഷയമായി. പക്ഷെ 1% പോലും അതിൽ തിരുത്താൻ CPM തയ്യാറില്ല. മുഖ്യമന്ത്രി SFIയെ ന്യായീകരിക്കുകയാണ്. SFIക്ക് ഇടിമുറി സംസ്കാരമില്ല എന്ന് പറഞ്ഞ് അവരെ ന്യായീകരിക്കുകയാണ്. പാർട്ടി സെക്രട്ടറി SFIയെ ന്യായീകരിക്കുകയാണ്. SFI നേതാക്കന്മാരുടെ ക്രിമിനൽ കേസുകൾ തന്നെ പരിശോധിച്ചാൽ, അതിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ക്രിമിനൽ കേസുകൾ പരിശോധിച്ചാൽ വിദ്യാർത്ഥി സമരത്തിന്റെ പേരിലുള്ളതല്ല, അല്ലാത്ത കേസുകളാണ് പല നേതാക്കന്മാർക്കുമെതിരെ. SFIയെ ന്യായീകരിക്കുന്നു. കൊടും ക്രിമിനലുകളെ ഇപ്പോഴും പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ഞങ്ങളോട് സഹകരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ തെറ്റായ വഴിയിലേക്ക് നീങ്ങിയപ്പോൾ ഞങ്ങൾ അവരെ മാറ്റി നിർത്തി. ഞങ്ങളുമായിട്ട് സഹകരിച്ചു പോയിരുന്ന ഒരു ചെറുപ്പക്കാരൻ തെറ്റായ വഴിയിലേക്ക് നീങ്ങി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് പതിവാക്കിയപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അയാളെ മാറ്റി നിർത്തി. ആരൊക്കെയാണ് അയാൾക്ക് സ്വീകരണം കൊടുത്തിരിക്കുന്നത്? സ്വീകരണം കൊടുത്തിരിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയിലൊരു അംഗം, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. എന്തോ വലിയ ഹരിശ്ചന്ദ്രന് സ്വീകരണം കൊടുക്കുന്നത് പോലെയാണ് വീണ ജോർജും ഉദയഭാനും പോയിട്ട് അവിടെ സ്വീകരണം കൊടുത്തിരിക്കുന്നത്. CPIM എങ്ങോട്ടാണ് പോകുന്നത്? കോട്ടയം ജില്ലയിൽ അറിയാതെ ഒരു ക്രിമിനൽ കേസ് പ്രതിയായിട്ടുള്ള ഒരാളെ പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തു. ആളറിയാതെ 5 മിനിറ്റിനകം വിവരം അറിഞ്ഞ ഉടനെ ഞാൻ അയാളെ സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ നിന്ന്. പാർട്ടി പ്രാഥമിക അംഗത്വം നൽകി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, അതാണ് BJP CPM തമ്മിലുള്ള വ്യത്യാസം. കോട്ടയത്തെ സംഭവം നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കെല്ലാവരും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു വാർത്ത. ഞാൻ ആ വാർത്ത ടെലിവിഷനിലൂടെയാണ് കാണുന്നത്. ഉടനെ തന്നെ ജില്ലാ പ്രസിഡന്റ് ബന്ധപ്പെട്ടു. തെറ്റ് മനസ്സിലായി. അപ്പൊ തന്നെ അദ്ദേഹത്തെ പാർട്ടി നടപടിയെടുത്തു. ഇതാണ് BJPയുടെ രീതി. പത്തനംതിട്ട ജില്ലയിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ഞങ്ങളെ പാർട്ടി ആലോചിച്ച് അയാളെ മാറ്റി നിർത്തി. അയാൾക്ക് വലിയ സ്വീകരണം കൊടുത്തിരിക്കുകയാണ്. ഏതോ വിപ്ലവകാരി പാർട്ടിയിലേക്ക് വന്നു, ചെഗുവേരയുടെ ബനിയനൊക്കെ ഇട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പൊ പാർട്ടി തിരുത്തുകയാണോ? CPIM പാർട്ടി തെറ്റ് തിരുത്തുകയല്ല, തെറ്റിൽ നിന്ന് കൂടുതൽ കൂടുതൽ തെറ്റിലേക്ക് പോവുകയാണ്. SFIയെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൊയിലാണ്ടിയിലെ പ്രിൻസിപ്പൽക്കെതിരെ കേസെടുത്തിരിക്കുക. എല്ലാ ചാനലുകളിലും ദൃശ്യങ്ങൾ വന്നതാണ്. മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും കൊയിലാണ്ടി കോളേജിൽ SFI നടത്തുന്ന അതിക്രമത്തിന്റെ എല്ലാ ദൃശ്യങ്ങളും വന്നതാണ്. കാലടിച്ചു മുറിക്കും എന്ന് പറയുന്നത്, ആക്രമിക്കുന്നത്, ബെഞ്ചും ഡെസ്കും എടുത്ത് അടിക്കുന്നത്, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ SFI ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതിന് പകരം പോലീസുകാര് 7 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് താങ്കൾ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹാജരാവണമെന്ന് പറഞ്ഞിരിക്കും.
നോക്കൂ, നിങ്ങൾ അക്രമകാരികളെ അമർച്ച ചെയ്ത് പാർട്ടി തെറ്റിദ്ധരുത്തുന്നതിന് പകരം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രധാനാധ്യാപകനെ അറസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം കൊണ്ടുപോകുന്നവരെ പൊട്ടിക്കുന്ന സംഘങ്ങൾ എല്ലാ CPM നേതാക്കളാണ്. അനുഭാവികളൊന്നുമില്ല, പാർട്ടി മെമ്പർമാർ. CPIM-ലെ നേതാക്കന്മാരുടെ ആശ്രിത വത്സരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അനുയായികളായിട്ടുള്ള പാർട്ടി ക്രിമിനലുകൾ അവിടെ നടത്തുന്ന മാഫിയ പ്രവർത്തനം ഇത് ആദ്യമായിട്ടല്ലല്ലോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ജനങ്ങൾ പ്രതികരിക്കുന്നത്. അവിടെ വ്യാപകമായ രീതിയിലുള്ള കോറി മലകളെല്ലാം തുരത്തിയിട്ട് പാറ പൊട്ടിക്കുന്നതിന് കാവൽ നിൽക്കുന്നത് CPM-കാരാണ്. അവിടെ വ്യാപകമായിട്ട് മുട്ടക്കുന്നുകൾ എന്ന് പറഞ്ഞാൽ കോൾമുട്ടകളടക്കം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരിസ്ഥിതിക പ്രശ്നമായിട്ട് ഇത് വന്നിരിക്കുകയാണ്. കോൾമുട്ടകൾ എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജലസംഭരണിയാണ്. ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്തേക്കുള്ള ജലസംഭരണിയായി പ്രകൃതി തന്നെ കണക്കാക്കിയിട്ടുള്ള കോൾമുട്ടകൾ എല്ലാം ഇടിച്ചു നിരത്തി ചെങ്കൽ ഖനനവും അതുപോലെ മണ്ണ് നിരത്തലുമാണ് അവിടെ നടക്കുന്നത്. ഇപ്പൊ കണ്ണൂരിൽ നമ്മൾ പോയി നോക്കിയാൽ കാസർഗോഡ് ജില്ലയുടെ തെക്കേ അറ്റത്തും കണ്ണൂർ ജില്ലയുടെ വടക്കേ അറ്റത്തേക്ക് നിങ്ങൾ പോയി നോക്കിയാൽ BJP പ്രസിഡന്റ് എന്തെങ്കിലും ഒരു കള്ളാരോപണം ഉന്നയിക്കുന്നതല്ല. ഇവിടെ എല്ലാം ചെങ്കൽ ഖനനവും കരിങ്കൽ ഖനനവും അത് CPM-മാരാണ് നടത്തുന്നത്. CPM-ന്റെ നേതാക്കന്മാരും അവരുടെ ഗുണ്ടകളുമാണ്. എല്ലാ പോക്കറ്റടി സംഘങ്ങളും എല്ലാ മാഫിയ സംഘങ്ങളും എല്ലാ തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ നടത്തുന്നവരും പാർട്ടി സംരക്ഷണയിലാണ്. പലരും തുറന്നു പറയുന്നു. DYFIയുടെ മുൻ ജില്ലാ നേതാവ് തുറന്നു പറയുന്നു. കള്ളപ്പണം കൊണ്ടുവരുന്നവരെ, കുഴൽപ്പണം കൊണ്ടുവരുന്നവരെ, സ്വർണം കടത്തുന്നവരെയൊക്കെ അവരുടെ വഴിയിൽ വെച്ച് അവരെ പൊട്ടിക്കുക, അവരെ പൊട്ടിക്കൽ പുതിയ പദങ്ങൾ തന്നെ നമ്മുടെ നിഘണ്ടുവിൽ വന്നിരിക്കുകയാണ് CPM-കാരെ കൊണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് CPIM-ന്റെ മെമ്പർമാരായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടകളാണ്. കണ്ണൂരിൽ കുറച്ചു കാലം സമാധാനം വന്നപ്പോൾ ഈ പ്രതികളെല്ലാം, ഈ ക്രിമിനലുകളെല്ലാം ഈ രീതിയിലേക്ക് മാറി. CPM തിരുത്താൻ തയ്യാറുണ്ടോ? അവിടെ വലിയ വിവാദം വന്നു. P. ജയരാജനെതിരായിട്ട് ഔദ്യോഗിക പക്ഷം ചില ഒളിയമ്പുകൾ എഴുതു. P. ജയരാജൻ തിരിച്ചടിക്കാൻ തുടങ്ങി. പരസ്പരം സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്രമണം നടന്നു. തെറ്റിതിരുത്തുകയല്ല, പ്രശ്നം മൂടിവെക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. SFI അക്രമങ്ങളുടെ കാര്യത്തിൽ അതേ സമീപനം. SFI-ക്കാരെ സംരക്ഷിക്കുക, ഇടിമുറി ഇല്ലെന്ന് പറയുക, പ്രിൻസിപ്പാളെ പേരിൽ കേസെടുക്കുക. കൊട്ടേഷൻ സംഘങ്ങളുടെ കാര്യം വരുമ്പോൾ അവര് പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കുക. ആലപ്പുഴയിൽ എന്താ സംഭവിച്ചത്? G. സുധാകരൻ പരസ്യമായിട്ട് പറഞ്ഞു പാർട്ടി ഒരു മാഫിയയുടെ കയ്യിലായി. ആരാണ് മാഫിയ? എല്ലാവർക്കും അറിയാം. ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച ആള്, അമ്പലപ്പുഴയിൽ നിയമസഭയിലെ MLA, ഇവരെല്ലാം അടങ്ങുന്ന ഒരു മാഫിയ സംഘമാണ് ആലപ്പുഴയിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. അതും ഇത് തന്നെയാണ്. മണൽ വാരല്, കരിമണൽ ഖനനം, കൊട്ടേഷൻ സംഘങ്ങള്, വണ്ടിക്കച്ചവടം, വണ്ടിപിടുത്തം, ഇതൊക്കെ നടത്തുന്നത് CPIM പാർട്ടിയാണ്. ആ പാർട്ടി ഒരു മാഫിയ പാർട്ടിയായിട്ട് മാറിയെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അവിടെയും തെറ്റിദ്ധരുത്തലില്ല. അവിടെയും നടക്കുന്നത് ഇത് തന്നെയാണ്. എല്ലാം ഒത്തുതീർപ്പാക്കുകയാണ്. ഇപ്പൊ CPIM തിരുത്താനാവാത്ത വിധം, രക്ഷപ്പെടാനാവാത്ത വിധം മുങ്ങിത്താഴുകയാണ്. ആ കാരണങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് SNDP, BJP എന്ന് പറഞ്ഞ് അവരിങ്ങനെ നാഴിക്ക് 40 വട്ടം മന്ത്രം ഉരുവിടുകയാണ്. ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹിന്ദു സംഘടനകളെ വേട്ടയാടി, അവരെ ഭയപ്പെടുത്തി, തങ്ങളുടെ തെറ്റുകൾ മറച്ചുവെക്കാനുള്ള നിങ്ങളുടെ ഒരു നീക്കവും ഇവിടെ നടപ്പില്ല. വ്യാപകമായി നടന്ന് ഞങ്ങൾ ഗ്രാമങ്ങളിലെല്ലാം നിങ്ങളുടെ ഈ കള്ളപ്രചരണത്തിനെതിരായിട്ടുള്ള പ്രചാരവേല സംഘടിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെറ്റായ നയങ്ങൾ, ഞങ്ങളുടെ വ്യാപകമായ പ്രചാരണം ഞങ്ങൾ ആരംഭിക്കും. 9-ാം തീയതി, ജൂലൈ 9-ാം തീയതി പാർട്ടിയുടെ വിശാല നേതൃയോഗം, സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉപരിയുള്ള നേതാക്കന്മാരാണ് ഒരു ദിവസം മുഴുവൻ കൂടുന്നത്. പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ JP നഡ്ഡ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിലുള്ള ഈ പ്രചാരണം, അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ അവിടെ ആസൂത്രണം ചെയ്യും.
വ്യാപകമായിട്ടുള്ള പ്രചാരണം, സർക്കാരിന്റെ അനീതിക്കെതിരായിട്ടുള്ള വ്യാപകമായ പ്രതിഷേധങ്ങൾ, സമരങ്ങൾ, തെറ്റായ നടപടികൾക്കെതിരായിട്ട് ശക്തമായി നടത്താനാണ് ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സന്ദേശം. വോട്ട് ഞങ്ങൾക്ക് നൽകി. ഭരണവിരുദ്ധ വികാരത്തിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള പ്രയോജനം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഞങ്ങൾക്കാണ് നൽകിയത്, UDF-നല്ല. അതുകൊണ്ട് കേരളത്തിൽ ക്രിയാത്മകമായ പ്രതിപക്ഷമായി, ജനങ്ങളുടെ പ്രശ്നമായി ഈ ആശയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങളും പ്രചാരണ വേലകളും സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. ഞാനതിന് മറുപടി പറഞ്ഞല്ലോ. ഞങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റിയതിന് കാരണം നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. ഞങ്ങൾ മാറ്റിയ ഒരാളല്ലേ, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയതല്ലല്ലോ. ഞങ്ങൾ പാർട്ടി നടപടിയെടുത്ത് മാറ്റിയ ഒരാളെ സ്വീകരിക്കുന്നത് എന്തിന്റെ പേരിലാണ്? അത് ജില്ലാ സെക്രട്ടറിയും മന്ത്രിയൊക്കെ സ്വീകരിക്കാൻ മാത്രം ഇയാൾ ആരാണ്? അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ കൂടെ നിർത്തണം. അവിടെ പമ്പയിൽ അറിയാലോ, മണൽ വാരല്, പല പല ഉദ്ദേശങ്ങളുണ്ടാവും. അതിനുവേണ്ടിയാണ്. ഞാൻ വായിച്ചു, നടൻ എന്നുള്ളതിൽ എല്ലാവരും പണം വാങ്ങുന്നില്ലേ, എന്താ തെറ്റുള്ളൂ? അല്ല, സർക്കാർ പരിപാടിയോ ജനങ്ങളെ പരിപാടിയോ ഒന്നുമല്ല. സിനിമാ നടൻ എന്നുള്ള നിലയിൽ ആൾക്കാർ വിളിക്കുന്ന പരിപാടികളായിരിക്കും ഉദ്ദേശിച്ചത്. സിനിമാ നടന്മാരെല്ലാം പണം വാങ്ങുന്നില്ല. മുകേഷ് വാങ്ങുന്നില്ല, ഗണേഷ് കുമാർ വാങ്ങുന്നില്ലേ? അതിനൊന്നും വലിയ പരാതി എന്തിനാണ് കൊണ്ടുവരുന്നത്? അദ്ദേഹം സിനിമാ നടനാണെന്ന്, അദ്ദേഹം സിനിമ ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാവും. സിനിമാ നടന്മാരെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്, കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് വെറുതെയാണ്. അവർക്ക് വലിയ ലാഭമല്ല അതുകൊണ്ടുണ്ടാവുന്നത്. മറ്റു കാര്യങ്ങളെ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങളൊക്കെ നടന്മാരെ പിന്നാലെ ഓടുന്നത് എന്തിനാണ്? അവർക്ക് അതുകൊണ്ടുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ? ഫ്ലക്സ് ബോർഡും ഹോർഡിങ്സും ഒക്കെ വെക്കുന്ന പോലെ തന്നെയല്ലേ അവർ നടന്മാരെ വിളിച്ചിട്ട് കാര്യങ്ങൾ നടത്തുന്നു. അതിനൊക്കെ പാർട്ടിയായിട്ട് എന്തിനാണ് ബന്ധിപ്പിക്കുന്നത്? അതെ, കണ്ടു ഞാൻ. പക്ഷെ സുധാകരനെതിരെ കൂടോത്രം ചെയ്യണമെങ്കിൽ സതീശൻ കമ്പനി അല്ലാതെ വേറെ ആരും ചെയ്യാൻ സാധ്യതയില്ല. വേറെ ആരാണ് സുധാകരനെതിരെ കൂടോത്രം ചെയ്യാൻ നമ്മുടെ നാട്ടിലുള്ളത്? സുധാകരൻ എന്തായാലും CPM-മാര് കൂടോത്രം ചെയ്യാൻ സാധ്യതയില്ല. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയുള്ള ഏർപ്പാടില്ല. സുധാകരനെതിരെ കൂടോത്രം വെച്ചത് സതീശന്റെ ആൾക്കാർ തന്നെയായിരിക്കും. അല്ലല്ല, അത് ജില്ല പറയും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ കക്കുന്ന കാര്യത്തില് UDF-ഉം LDF-ഉം തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ആകാശപാതയിൽ നല്ല തട്ടിപ്പ് തന്നെ നടന്നിരിക്കുന്നു. കക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും CPM-ഉം തമ്മിൽ ഒരു ആകാശത്തും ഭൂമിയിലും പാതാളത്തിലും ഒക്കെ കക്കുക എന്നുള്ളതാണ്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായാലും വാസവനായാലും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളം കടുത്ത പ്രതിസന്ധിയിലാണെന്നൊക്കെ പറയും. പക്ഷെ കിട്ടിയ പദ്ധതി എല്ലാം കട്ടുമുടിക്കുകയാണ്. അല്ല, അത് അദ്ദേഹം തീരുമാനിക്കണം. അദ്ദേഹം നല്ല മേയറാണെന്നുള്ള അഭിപ്രായം അവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട്. അല്ല, ഞങ്ങളത് ചർച്ച ചെയ്തിട്ടില്ല. അത് നിങ്ങളല്ലേ തീരുമാനിക്കും. ചാനലുകളും പത്രങ്ങളല്ലേ തീരുമാനിക്കും. നിങ്ങൾ തീരുമാനിക്കുന്നു, നിങ്ങൾ എഴുതുന്നു, നിങ്ങൾ വീണ്ടും പറയുന്നു. എനിക്കിതുവരെ അറിവൊന്നുമില്ല. പദവികൾ പാർട്ടി പുനഃസംഘടന ഉണ്ടാവുമ്പോഴല്ലേ കൊടുക്കുന്നു. പദവികൾ പാർട്ടി പുനഃസംഘടിപ്പിക്കുമ്പോൾ പദവികൾ കൊടുക്കും. PC ജോർജിന് മാത്രമല്ല, പുതുതായിട്ട് വന്ന ആരെയും പുതിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഞങ്ങൾ ആലോചിച്ചിട്ട് പരിഗണിക്കും. അതൃപ്തി ഉണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞു. എന്നോട് ഒരു അതൃപ്തിയും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ല. PC ജോർജിന്റെ കൂടെ വന്ന ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെയെല്ലാം
അവരവരുടെ അർഹതയ്ക്കും യോഗ്യതയ്ക്കും അനുസരിച്ച് പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യും. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്ന ആരും വഴിയാധാരമാവുകയോ അനാഥമാവുകയോ ചെയ്തിട്ടില്ല. UDF ജില്ലാ ചെയർമാൻ ധീരമായൊരു നിലപാട് സ്വീകരിച്ചു. അദ്ദേഹത്തിന് ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടി NDAയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല, അവർ അസ്തമിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. CPIM എന്ന് പറയുന്ന ഒരു പാർട്ടി രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അസ്തമിക്കാൻ പോവുകയാണ്. ഇതൊരു ചെറിയ തിരിച്ചടിയല്ല, അടിവേരിനാണ് ക്ഷതം സംഭവിച്ചിരിക്കുന്നത്. പണ്ടുകാലത്ത് വോട്ടർമാര് അനുഭാവികൾ കൈയൊഴിയും, പാർട്ടി കേഡറുകൾ കൈയൊഴിയില്ല. ഇത്തവണ കൂടോടെ പാർട്ടി കേഡറുകളാണ് കൈയൊഴിഞ്ഞിരിക്കുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾക്ക് പരിഹാരം കാണാതെ അതുകൊണ്ട് ഞാൻ ആദ്യമേ എന്റെ ഫസ്റ്റ് ഭാഗം തന്നെ അതായിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം പാർട്ടി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളും പാർട്ടി നേതാക്കളും ചെയ്ത തെറ്റുകളാണ്, പിന്നെ അവരുടെ നയത്തിലെ തെറ്റാണ്. ഇത് രണ്ടും തിരുത്താൻ തയ്യാറില്ലെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് പാർട്ടി രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ ആരും വെച്ച് പുലർത്തേണ്ടതില്ല. ബംഗാളിലേക്കാളും ത്രിപുരയേക്കാളും ദയനീയമായ പതനമായിരിക്കും കേരളത്തിലെ CPIM-നെ കാത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമത്തിനെതിരെ BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില നിലപാടുകൾ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് പത്രപ്രവർത്തക സംഘടനയടക്കം പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനാധിപത്യത്തിൽ എതിർപ്പ് പറയാനുള്ള എന്തിനാണ് പത്രപ്രവർത്തക സംഘടനയെ പോലെ ഇത്രയും ഹിപ്പോക്രറ്റുകളായിട്ടുള്ള ഒരു സമൂഹം വേറെയില്ല. അവരാരാണ്? അവരവരുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ധാർമ്മിക നിലപാട് സ്വീകരിക്കാറുണ്ടോ? ഞങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു പത്രമല്ല 2 പത്രം അങ്ങേയറ്റം മ്ലേച്ഛമായ രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ കേരളത്തിൽ വ്യാഖ്യാനിച്ചു. എഡിറ്റോറിയൽ എഴുതിയ ഞങ്ങൾക്ക് കുഴപ്പമില്ല, അതിനെ ഞങ്ങൾ വിമർശിച്ചു. അതിലെന്താണ് തെറ്റുള്ളത്? അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാം, ഞങ്ങളെല്ലാം കേട്ടു തരണം. നിങ്ങളെ വിമർശിക്കുമ്പോഴേക്കും നിങ്ങളുടെ ഈഗോ ഇളകുകയാണ്. അത് പറ്റില്ല. പത്രപ്രവർത്തക യൂണിയൻ ആരാണ്? അവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? ഏത് വിഷയത്തിലാണ് അവർ രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിച്ചിട്ടുള്ളത്? പിണറായി വിജയൻ ഇറങ്ങിപ്പോടാന്ന് പറയുമ്പോൾ ഏത് പത്രപ്രവർത്തക യൂണിയൻ പ്രസിദ്ധീകരിച്ചു? മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു മാധ്യമപ്രവർത്തകരോടും തെറ്റായ സമീപനം സ്വീകരിക്കാറില്ല. കടക്ക് പുറത്ത് എന്ന് എത്ര തവണ പറഞ്ഞു? ഒരു വരി ഞാൻ കണ്ടില്ലല്ലോ. പത്രപ്രവർത്തക യൂണിയൻ പച്ചയായ രാഷ്ട്രീയമാണ് കാണിക്കുന്നത്. ഞങ്ങളെ ഉപദേശിക്കാൻ അവർ വരണ്ട. ഞങ്ങൾക്ക് ജനാധിപത്യപരമായ സ്വാതന്ത്ര്യമുണ്ട്, അതേ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിന് അവർക്ക് പരാതിയില്ല. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം 1 വേ ട്രാഫിക് അല്ല, 2 വേ ആണ്. ബഹുമാനത്തോടെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നില്ല, ഏത് വിമർശനം സ്വീകരിക്കുന്നില്ല. പക്ഷെ നിങ്ങളെപ്പറ്റി ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതും നടപ്പുള്ള കാര്യമല്ല. ഞങ്ങൾക്ക് ശരിയായ നിലയിൽ പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നേരെ ചൊവ്വെ പറയും. അത് പത്രപ്രവർത്തക യൂണിയൻ ആയാലല്ല, ഏത് കൊലകൊമ്പനായാലും. കേസുകളെല്ലാം സംഭവിച്ചത് അയാൾ BJP-കാരനായിരിക്കുമ്പോഴാണ്. അപ്പൊ അയാൾ ഇത്തരത്തിലൊരു കുപ്രസിദ്ധി ആർജിച്ചത് BJP-യിലായിരിക്കുമ്പോഴല്ലേ? അതിൽ BJP-ക്ക് ഉത്തരവാദിത്വമില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ധാർമ്മികമായി CPM-നെ വിമർശിക്കാൻ കഴിയും? അതുകൊണ്ടല്ലേ സഹോദരൻ ഒഴിവാക്കിയത്. ഞങ്ങൾ മാലിട്ട് സ്വീകരിക്കല്ലോ ഇത്, പാർട്ടിന്ന് പുറത്താക്കല്ലേ ഇത്. ഇത്രയും കേസുകളുണ്ടായത് അയാൾ BJP-യിലായിരുന്നു. എന്താണ് നിങ്ങൾ പറയുന്നതിന് അർത്ഥം? ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ കേസുകളും അദ്ദേഹം ക്രിമിനൽ പ്രവർത്തനം നടത്തുമ്പോൾ അയാളെ ഒഴിവാക്കല്ലാതെ ഞങ്ങൾക്ക് അയാളെ കൊല്ലാൻ പറ്റുമോ? അയാളെ ഒഴിവാക്കി, നിങ്ങൾ അവരെ സ്വീകരിച്ചു. അതാ വ്യത്യാസം. ഞങ്ങളും CPM തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾ ഒഴിവാക്കുന്നു, നിങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങൾ പുറന്തള്ളുന്നു, നിങ്ങളെടുത്ത് കഴിക്കുന്നു. അത് വ്യത്യാസമുണ്ട്. ഇല്ലല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. തെറ്റായ വ്യാഖ്യാനമാണ്. അല്ല, ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്,
അതിനുശേഷം ഞാൻ പത്രക്കാരോടും പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളെ ആക്രമിക്കുക, ഏറ്റുമുട്ടുക എന്നുള്ള സമീപനം ഇല്ല. പക്ഷെ ഒരാൾ സ്വയം തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അഭിപ്രായം അതാത് സമയത്ത് രേഖപ്പെടുത്തണം. പിന്നെ പോയി പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. നന്ദി രാഹുൽ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു പത്രം ആരോടാണ് നന്ദി പറഞ്ഞിരിക്കുന്നത്? ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ അക്രമകാരികളും അഹിംസയെ പ്രോത്സാഹിപ്പിക്കാത്തവരും എന്ന് പറഞ്ഞ് പാർലമെന്റിൽ ആക്ഷേപിച്ചതിനെതിരെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തിനാണ് നന്ദി പറഞ്ഞിരിക്കുന്നത്? അതേസമയം ഇവിടുത്തെ അർബൻ നക്സലുകളെയും ഹമാസ് തീവ്രവാദികളെയും വെള്ളപൂശുന്ന UDF LDF നയത്തിനെതിരെ ഒരു വരി എഴുതാത്തവരാണ്. മാതൃഭൂമിക്കും മനോരമയ്ക്കും മഹിതമായൊരു ഭൂതകാല പാരമ്പര്യമുണ്ട്. അത് മറന്നുകൊണ്ട് ഇപ്പൊ ചില ആളുകൾ അതിൽ കയറിയിരുന്ന് പ്രവർത്തിച്ചാൽ CPIM-ന്റെ ഗതി അവർക്ക് വരും എന്നാണ് ഞാൻ പറയുന്നത്. ഈ അർബൻ നക്സലുകളെയും മതമൗലികവാദികളുടെയും പിന്തുണ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴത്തെ പത്രാധിപരും സംഘവും ഇത് ചെയ്യുന്നതെങ്കിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്നത് കക്ഷത്തുള്ളത് പോവുകയും ചെയ്യും, ഉത്തരത്തിലുള്ളത് ലഭിക്കുകയുമില്ല. ഒരു മതമൗലികവാദിയുടെയും പിന്തുണ ഈ രണ്ട് പത്രങ്ങളും കിട്ടാൻ പോകുന്നില്ല. അതെങ്ങനെ നിങ്ങൾ കണക്കൂട്ടിയാലും, ധാർമ്മിക പിന്തുണയായാലും സർക്കുലേഷന്റെ കാര്യത്തിലായാലും, പത്രം വാങ്ങുന്നത് ആരാണെന്നും പത്രത്തെ കൈയഴിച്ച് സഹായിക്കുന്ന ആരാണെന്നും അതിന്റെ മാനേജ്മെന്റിലുള്ളവർ, സർക്കുലേഷനിലുള്ളവർ ഒന്ന് പരിശോധിച്ചിട്ട് വേണം എഡിറ്റോറിയലുകാരോട് പറയാൻ. അങ്ങേയറ്റത്തെ മാനസിക വിഷമമുണ്ടാക്കുന്ന വാർത്തകൾ തുടർച്ചയായിട്ട് ഒരു കാര്യമില്ലാതെ, അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ ശരിയല്ല. ഞങ്ങളതിനെ ജനാധിപത്യപരമായി എതിർക്കും. ഞങ്ങൾക്ക് അത്രേ ശേഷിയുള്ളൂ. പത്രങ്ങളൊന്നും ഒന്നും ചെയ്യാനുള്ള കാര്യത്തിൽ ഞങ്ങൾക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് പറഞ്ഞെങ്കിലും നിൽക്കണ്ടേ? ലിജിൻ പറയും, പൊളിക്കണോ ലിജിനെ? പൊളിക്കണ്ടേ? ആകാശപാത നിർമ്മിക്കാൻ വേണ്ടി ചെലവഴിച്ച പണം, അത് പൊളിച്ചു മാറ്റാനായിട്ടുള്ള പണം, ഈ കൊടുക്കുന്ന കരാറുകളിലൊക്കെയുള്ള അഴിമതി കൃത്യമായി ആദ്യം അന്വേഷിക്കുക. വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി പൊളിക്കണമെന്ന് പറഞ്ഞ CPM എന്തുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തിന് തയ്യാറാവുന്നില്ല? തിരുവഞ്ചൂരിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തട്ടെ. ഒരുപാട് പദ്ധതികളുണ്ട്, ആകാശപാത മാത്രമല്ല. കോട്ടയത്തെ വികസന നായകനാകാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നടത്തിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളിലെ അഴിമതി അന്വേഷിച്ച് CPM പുറത്തു കൊണ്ടുവരും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ എന്തോ ഒരു കേസ് ഇപ്പൊ കണ്ടിരുന്നല്ലോ, അതെവിടെ പോയി? തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനോ എന്തോ ഒരു ബാർക്കോഴി എന്തോ ഒരു സംഭവം വന്നത്, അത് വീണ്ടും മുങ്ങിയോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ ഒന്നും ചെയ്യില്ല CPM. പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത്, പറയട്ടെ, പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായി ഇരിക്കെ ചെയ്തു കൊടുത്ത ആനുകൂല്യത്തിന്റെ പേരിലാണ്. അല്ലെ, ചന്ദ്രശേഖരൻ കൊലക്കേസിൽ എല്ലാ തെളിവുകളും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് പോയതാണ്. അന്ന് കോംപ്രമൈസ് ചെയ്താലാണ്. അതുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഒരു സഹായം, ഒരു ബുദ്ധിമുട്ടിക്കലും CPM ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇല്ല, അറിയില്ല ഏതില്. അറിയില്ല, ഇതെങ്ങനെ എനിക്കറിയുന്നത്? ഞാൻ കണ്ടില്ല. ഷോൺ പറയുന്നതെല്ലാം എനിക്കിപ്പോ നോക്കി ഞാനത് കണ്ടിട്ടില്ല. എന്താണെന്ന് പോലും അറിയില്ല. ഞാൻ അന്വേഷിച്ചിട്ട് പറയും.